ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഇന്നത്തെ വചനം നമ്മൾ കേൾക്കുക. നാം ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണാവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടുന്ന് നമ്മെ തുപ്പിക്കളയുമെന്നാണ്. അവിടുന്ന് നമ്മളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുന്നു, തിരസ്കരിക്കുന്നു. അത് ഏറ്റവും ദയനീയമായ ഒരു വല്ലാത്ത ദുരന്തമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ചൂടുള്ളവനാണെങ്കിൽ അവൻ നീതിമാനാണ്. നീതിമാൻ സ്വർഗരാജ്യത്തിന് അവകാശിയാണ്, അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. നീ തണുപ്പുള്ളവനാണെങ്കിൽ നീ പാപിയാണ്. ആ പാപിയെ തേടി കർത്താവ് എത്തുന്നുണ്ട്. നിന്നെ ചൂടുള്ളവനാക്കി മാറ്റും, നീതിമാനാക്കി മാറ്റും. പക്ഷേ ഇതിന് രണ്ടും ഇടയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ കർത്താവ് വെറുത്തുപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. അവിടുന്ന് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരവസ്ഥ. അതുകൊണ്ടാണെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടുപേരെ ഒന്നിച്ച് സേവിക്കാനാവില്ല. സമ്പത്തിനെയും ദൈവത്തെയും ഒന്നിച്ച് സേവിക്കാൻ, ഈ ലോകത്തെയും ദൈവത്തെയും ഒന്നിച്ച് സേവിക്കാനാവില്ല. ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ മന്ദോഷ്ണാവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. തമ്പുരാൻ നമ്മളെ തുപ്പിക്കളയുന്ന ഒരവസ്ഥയാണ് ആയിരിക്കും അത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചൂടുള്ളവനായിരിക്കട്ടെ, തമ്പുരാൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവിടുത്തോട് ചേർന്ന് നിന്ന് ചൂടുള്ളവനായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിനക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഹൃദയം നൊന്ത് കരയുക, കർത്താവെ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് കർത്താവ് നിന്നെ ചേർത്ത് നിർത്തിക്കൊള്ളും. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.